കുട്ടിച്ചാത്തൻ. കൂട്ടുകാരെ, നിങ്ങൾ അച്ഛനമ്മമാർ പറയുന്നത് അനുസരിക്കാറുണ്ടോ? അനുസരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കഥയിലൂടെ പറഞ്ഞു തരാം. നിങ്ങൾ ഇത് കണ്ടു നോക്കൂ. ജീം ജാം ജൂ. മഹാമടിയനായിരുന്നു ജൂജുമുയൽ. അവൻ സ്വന്തമായി തീറ്റ തേടാതെ അച്ഛനും അമ്മയും തരുന്ന തീറ്റയായിരുന്നു അവന്റെ ഭക്ഷണം. ഒരു ദിവസം ജൂജുവിനോട് അച്ഛൻ പറഞ്ഞു, പണിയെടുക്കാതെ ഭക്ഷണം കഴിക്കാമെന്ന് നീ വിചാരിക്കണ്ട. എന്റെ കൂടെ നീയും തീറ്റ തേടി വരണമെന്ന്. ജൂജുവിന് അത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യമായി. അവൻ മനസ്സിൽ പറഞ്ഞു, ഒരു സ്നേഹവുമില്ലാത്ത അച്ഛൻ. ഈ അച്ഛനെ ഒരു പാഠം പഠിപ്പിക്കണം. അവൻ ആരും അറിയാതെ അവിടെ നിന്നും അടുത്തുള്ള ഒരു കാട്ടിലേക്ക് നടന്നു നീങ്ങി. ആ സമയത്താണ് ചിന്നുകുരുവിയെ കണ്ടത്. ചിന്നുകുരുവി ചോദിച്ചു, മുയൽക്കുട്ട, എങ്ങോട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത്? അപ്പോ ജൂജു പറഞ്ഞു, അച്ഛൻ എന്നോട് ഒരു സ്നേഹവുമില്ല. സ്നേഹമില്ലാത്ത അച്ഛന്റെ കൂടെ കഴിയാൻ ഞാനില്ല. ഞാൻ വേറെ കാട്ടിലേക്ക് പോവുകയാണ്. ഇത് കേട്ടപ്പോൾ ചിന്നുകുരുവി പറഞ്ഞു, നീ മണ്ടത്തരം ഒന്നും കാണിക്കല്ലേ. നീ വീട്ടിലേക്ക് തിരിച്ചു പോകണം. പക്ഷേ ജൂജുമുയൽ ഇതൊന്നും കേൾക്കാതെ മുന്നോട്ട് നടന്നുപോയി. അങ്ങനെ പോകുമ്പോൾ അവൻ ചില്ലുവണ്ണാനെ കണ്ടു. ചില്ലുവണ്ണാനും ജൂജുവിനോട് എങ്ങോട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നതെന്ന് ചോദിച്ചു. അവൻ ചിന്നുകുരുവിയോട് പറഞ്ഞതുപോലെ ചില്ലുവിനോട് പറഞ്ഞു. ഇതു കേട്ട ചില്ലു, നിന്റെ എടുത്തുചാട്ടം ആപത്തിലേ എത്തൂ. പക്ഷേ ജൂജു ഇത് കേൾക്കാതെ മുമ്പോട്ട് തന്നെ നടന്നു നീങ്ങി. അങ്ങനെ നടന്നു നീങ്ങുന്ന മുയലച്ചനെ ജിംബുക്കുറുക്കൻ കണ്ടു. മുയലച്ച, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ജിംബു ചോദിച്ചു. ജൂജു നടന്ന കാര്യങ്ങളെല്ലാം ജിംബുവിനോട് പറഞ്ഞു. ആരെങ്കിലും മക്കളെ കൊണ്ട് ജോലി ചെയ്യിക്കുമോ? ജോലികൾ ചെയ്യേണ്ടത് അച്ഛനും അമ്മയും അല്ലേ? ഇത് കേട്ട ജൂജുവിന് വളരെ സന്തോഷമായി. അപ്പോൾ ജിംബുക്കുറുക്കൻ പറഞ്ഞു, മോൻ എന്റെ കൂടെ വാ. ഒരു പണിയും ചെയ്യണ്ട. നിനക്ക് വേണ്ടുന്ന ആഹാരം ഞാൻ തരാം. അപ്പോൾ ജൂജു മനസ്സിൽ പറഞ്ഞു, അച്ഛനെയും അമ്മയെക്കാളും സ്നേഹം ഈ കുറുക്കച്ചനുണ്ട്. ജൂജു മുയൽ ജിംബുവിന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതും ജൂജുവിന് കഴിക്കാൻ ആഹാരം കൊടുത്തു. ഈ സമയം ജിംബുവിന്റെ ഭാര്യ ജിംബുവിനോട് ചോദിച്ചു, ഈ മുയലിനെ നമുക്ക് ആഹാരമായി കഴിച്ചാലോ എന്ന്. ഇത് കേട്ട് ജിംബു പറഞ്ഞു, ഇവൻ കുറച്ചുകൂടി വലുതായിട്ട് ഇവനെ തിന്നാം. ഇപ്പോൾ ഇവൻ കുഞ്ഞാണ്. ജിംബു പറഞ്ഞത് ജൂജുമുയൽ കേട്ടു. ഇനി എന്ത് ചെയ്യുമെന്ന് ജൂജു ആലോചിച്ചു. എന്നിട്ട് അവിടെ നിന്നിറങ്ങി ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ഓടി 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 അവൻ വീട്ടിലെത്തി. ജൂജുവിനെ കണ്ട അച്ഛനും അമ്മയും വളരെ സന്തോഷമായി. ജൂജു അവരോട് ക്ഷമ ചോദിച്ചു.